അപ്പം നമ്മൾ പുതിയൊരു സീരീസ് ആയിട്ട് വന്നിരിക്കുകയാണ്, സ്വിംഗ് ട്രേഡിംഗ് സീരീസ്. ഓക്കെ, സ്വിംഗ് ട്രേഡിംഗ് സീരീസ്. നമ്മൾ കഴിഞ്ഞ സീരീസിൽ നമ്മൾ ICT മാസ്റ്ററിംഗ് സീരീസ്, ICT ഫൗണ്ടേഷൻ സീരീസ്, നമ്മൾ 2 സീരീസ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സീരീസ് ആണ് വരുന്നത്. നമ്മുടെ ICTയുടെ കോർ കണ്ടക്ട്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, PDRS ആയാലും സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ഷിഫ്റ്റ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ എന്താണ് ICT എൻട്രി മോഡൽസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന 3ാമത്തെ സീരീസാണ് സ്വിംഗ് ട്രേഡിംഗ് സീരീസ്. ഓക്കെ, അപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകൾക്ക് വേണ്ടി സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു സീരീസാണ്. എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് എഴുതിയത് വായിക്കുക. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എ ട്രേഡിംഗ് ടെക്നിക്. സ്വിംഗ് ട്രേഡിംഗ് ഈസ് എ ടെക്നിക് ജനറലി അസോസിയേറ്റഡ് വിത്ത് ടെക്നിക്കൽ അനാലിസിസ് ഇൻ വിച്ച് ദ ട്രേഡേഴ്സ് സീക്സ് ടു പ്രോഫിറ്റ് ഫ്രം ഷോർട്ട് ടേം പ്രൈസ് സ്വിങ്സ്. ഒരു ഷോർട്ട് ടൈം പ്രൈസ് സ്വിങ്സിൻ്റെ ഒരു ഷോർട്ട് ടൈം മാർക്കറ്റിലുണ്ടാകുന്ന ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്വിംഗ് ട്രേഡർ ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റിലുണ്ടാകുന്ന സ്വിങ്സിനെ ക്യാച്ച് ചെയ്യുക. ഓക്കെ, മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള മാർക്കറ്റിൻ്റെ ഒരു സ്വിംഗ് ഹൈയിലേക്കുള്ള ഒരു ഫോർമേഷനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് ട്രേഡിംഗ്. ഓക്കെ, നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ടൈപ്സ് ഓഫ് ട്രേഡിംഗ്. നമുക്ക് ഡേ ട്രേഡിംഗ് വരുന്നുണ്ട്, സ്കാൽപ്പിംഗ് വരുന്നുണ്ട്, പൊസിഷണൽ ട്രേഡിംഗ് വരുന്നുണ്ട്, സ്വിംഗ് ട്രേഡിംഗ് വരുന്നുണ്ട്, മൊമെൻറ്റം ട്രേഡിംഗ് വരുന്നുണ്ട്. ഈ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളിവിടെ നോക്കുക. ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഷെയർസ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺ ദ സെയിം ഡേ ആർ നോൺ ആസ് ഇൻട്രാഡേ ട്രേഡിംഗ് അഥവാ ഡേ ട്രേഡിംഗ്. ഓക്കെ, ഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കമ്പനിയുടെ ഷെയർ ആ ഒരു ദിവസം തന്നെ വാങ്ങിയിട്ട് ആ ദിവസം തന്നെ സെല്ല് ചെയ്യാം. ഓക്കെ, നമ്മളൊരു ഷോർട്ട് ടേം പ്രോഫിറ്റാണ് നമ്മളിവിടെ അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താ? സ്കാൽപ്പിംഗ് ഈസ് എ ട്രേഡിംഗ് സ്റ്റൈൽ ദാറ്റ് സ്പെസിഫൈസ് ഇൻ പ്രോഫിറ്റിംഗ് ഓഫ് സ്മോൾ പ്രൈസ് ചേഞ്ചസ് ആൻഡ് മേക്കിംഗ് ഫാസ്റ്റ് പ്രോഫിറ്റ് ഓഫ് റീസെല്ലിംഗ്. ഓക്കെ, എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിലുണ്ടാവുന്ന ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെൻറ്റ്സിനെ നമ്മൾ അറ്റൈൻ ചെയ്യുക. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് പ്രോഫിറ്റ് ആക്കി എടുക്കുന്ന ആ ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് സ്കാൽപ്പിംഗ് മേ ബി സെക്കൻഡ്സ് ഓർ മിനിറ്റ്. ഓക്കെ, അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ് ഓർ മിനിറ്റ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? മൊമെൻറ്റം ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റം ട്രേഡിംഗ് ഈസ് എ സ്ട്രാറ്റജി ദാറ്റ് എയിംസ് ടു ക്യാപിറ്റലൈസ് ദ കോൺഫ്ലുവൻസ് ഓഫ് എക്സിസ്റ്റിംഗ് ട്രെൻഡ്സ് ഇൻ ദ മാർക്കറ്റിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് മൊമെൻറ്റം വരികയാണ്. അതിനുശേഷം നമുക്കറിയാം ബ്രേക്ക് ചെയ്താൽ താഴേക്കോ മുകളിലേക്കോ ഒരു മൊമെൻറ്റം വരും. ഓക്കെ, ആ ഒരു മൊമെൻറ്റത്തിനെ ക്യാച്ച് ചെയ്യലാണ് മൊമെൻറ്റം ട്രേഡിങ്ങിൽ വരുന്ന മെയിനാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്. മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുക, താഴേക്ക് ട്രേഡ് ചെയ്യുക, ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ്, അതിനുശേഷം റീടെസ്റ്റ് ട്രേഡേഴ്സ്, ഇവരൊക്കെ എന്താണ്? മൊമെൻറ്റം ട്രേഡിങ്ങിൻ്റെ വക്താക്കളാണ്. നെക്സ്റ്റ് എന്താണ്? പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്, പൊസിഷണൽ ട്രേഡിംഗ് ഈസ് എ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇൻ വിച്ച് ട്രേഡേഴ്സ് ഹോൾഡ് ദെയർ പൊസിഷൻ ഫോർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ്, ടിപ്പിക്കലി ഫ്രം സെവറൽ വീക്സ് ഓർ മന്ത് ഓർ സെവറൽ ഇയേഴ്സ്. ഓക്കെ, പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിൽ ആളുകൾ സെവറൽ വീക്സ്, സെവറൽ മന്ത്സ് അഥവാ സെവറൽ ഇയേഴ്സിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ് പൊസിഷണൽ ട്രേഡിംഗ്. ലാസ്റ്റ് നമ്മളുടെ സീരീസ് ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്, സ്വിംഗ് ട്രേഡിംഗ് റെഫേഴ്സ് ടു എ ട്രേഡിംഗ് സ്റ്റൈൽ ദാറ്റ് attempts to exploit short term, medium term price movements. ഓക്കെ, മാർക്കറ്റിലുണ്ടാകുന്ന ഷോർട്ട് ടേം, മീഡിയം ടൈം പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ലക്ഷ്യം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡേ ട്രേഡിംഗ്. ഓക്കെ, എല്ലാവർക്കും അറിയാം ഡേ ട്രേഡിങ്ങിൽ വരുന്നത് തന്നെയാണ് സ്കാൽപ്പിങ്ങും അതുപോലെ മൊമെൻറ്റം ട്രേഡിങ്ങും ഡേ ട്രേഡിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഡേ ട്രേഡിംഗ്, പൊസിഷണൽ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ്, ഡേ ട്രേഡിംഗ് ഒന്നും പൊസിഷണൽ ട്രേഡിംഗ് ഒന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന എന്താ? ഡേ ട്രേഡിങ്ങിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്?
സെവറൽ സെക്കൻഡ്സ് ആവാം, സെവറൽ ഹവേഴ്സ് ആവാം, സെവറൽ ഓക്കെ ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആവാം. പൊസിഷണൽ ട്രേഡിങ്ങിൻ്റെ നമ്മളുടെ ഹോൾഡിംഗ് വരുന്നത് എങ്ങനെയാണ്? സെവറൽ മന്ത്സ്, സെവറൽ വീക്സ് അഥവാ സെവറൽ ഇയേഴ്സ് ആണ്. അപ്പോൾ സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാലമല്ല, കൂടുതൽ കാലമല്ല, അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ടൈം പീരീഡിലേക്ക് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം ട്രേഡിംഗ് അഥവാ സ്വിംഗ് ട്രേഡിംഗ്. ഓക്കെ, സ്വിംഗ് ട്രേഡിങ്ങിൽ എന്തൊക്കെ ചെയ്യാം? സ്വിംഗ് ട്രേഡ് സ്റ്റോക്സിൽ ചെയ്യുന്നു, ഓപ്ഷൻസിൽ ചെയ്യും. സ്റ്റോക്സിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ബൈയിങ് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഓക്കെ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് ബൈയിങ്ങും ചെയ്യാം, സെല്ലിങ്ങും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് സ്വിംഗ് ട്രേഡിങ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് സ്റ്റോക്കിലാണ്. FNOയിൽ ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷേ FNOയിൽ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹെവിലി റിസ്ക്കിയാണ്. ഓക്കെ, നമ്മൾ പറയാം ഡേ ട്രേഡിങ്ങിൽ ഹൈ റിസ്ക് ഉണ്ട്. ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ് ഡേ ട്രേഡിംഗ്. പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോ റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ് പൊസിഷണൽ ട്രേഡിംഗ്. ഓക്കെ, അപ്പം ഹൈ റിസ്കിൻ്റെയും ലോ റിസ്കിൻ്റെയും നടുക്കിലായിട്ടൊരു ഒരു മീഡിയം ടേം ആയിട്ടുള്ള ഒരു റിസ്ക് വരുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് സ്വിംഗ് ട്രേഡിംഗ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇൻട്രാഡേ ചെയ്യാം, സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യാം, സ്വിംഗ് ട്രേഡ് ചെയ്യാം, പൊസിഷണൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക, ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ കയ്യിലുള്ളതാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യാം. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ റിലയൻസിൻ്റെ സ്റ്റോക്ക് വാങ്ങിയിട്ട് അന്നത്തെ ദിവസം തന്നെ വിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം തന്നെ വിറ്റ് അന്നത്തെ ദിവസം തന്നെ വാങ്ങുക. നിങ്ങൾക്ക് ആദ്യം ബൈ ചെയ്ത് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ സെല്ല് ചെയ്ത് ബൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്റ്റോക്കിൽ ഓപ്ഷൻസ് ചെയ്യാം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഹെഡ്ജിങ് ടൂളാണ്. നമ്മളെ പൊസിഷൻസിന് ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഹെഡ്ജ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ ഒരു ഹെഡ്ജിങ് ടൂളാണ് സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാം, സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യാം. പിന്നുള്ളത് എന്താണ്? സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഷോർട്ട് ടേം മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ വേണ്ടി സെവറൽ ഡേയ്സ്, സെവറൽ വീക്സ് നമ്മൾ ഹോൾഡ് ചെയ്തും കൊണ്ട് നമുക്ക് ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം. അതുപോലെ പൊസിഷണൽ ട്രേഡിംഗ്. ഓക്കെ, ഫണ്ടമെൻ്റലി റിലയൻസ് സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഒരു ഇൻവെസ്റ്റർ എന്ന ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ 4 ട്രേഡിംഗ് സ്റ്റൈലിലേക്കായിട്ട് അലോക്കേറ്റ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയിലേക്ക് എത്തുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുക. ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലയൻസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയിലേക്ക് പോകുന്നില്ല. നിങ്ങൾ സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലേക്ക് പോകുന്നില്ല. കമ്പനി അറിയുന്നും കൂടിയില്ല ഇങ്ങനൊരു വ്യക്തി ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതായിട്ട്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇൻട്രാഡേയോ സ്റ്റോക്ക് ഓപ്ഷൻസ് പോലുള്ള റിസ്കി ആയിട്ടുള്ള സീറോ സം ഗെയിംസ് എന്ന് പറയുന്നത് എന്താണ്? സ്പെക്യുലേറ്റീവ്. ഓക്കെ, ഇതെന്താണ്? ഇൻട്രാഡേ എന്ന് പറയുന്നത് ഒരു സ്പെക്യുലേറ്റീവ് ആണ്. സ്റ്റോക്ക് ഓപ്ഷൻസ് ഇപ്പോൾ നോൺ സ്പെക്യുലേറ്റീവ് ആണ്. സ്പെക്യുലേറ്റീവിലേക്ക് ആക്കാനുള്ള റൂൾസ് കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇനിഷ്യേറ്റീവ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേയും സ്റ്റോക്ക് ഓപ്ഷനും ഒരു കാരണവശാലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലേക്ക് എത്തുന്നില്ല. നിങ്ങളൊരു സ്വിംഗ് ട്രേഡറോ പൊസിഷണൽ ട്രേഡറോ ആണെങ്കിൽ അവിടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഈ ഒരു കമ്പനിയിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, ആദ്യം അത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ ഒരു ഇതിലെന്താ പറഞ്ഞത്? നമുക്കൊരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ ചെയ്യാം, സ്റ്റോക്ക് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്യാം, സ്വിംഗ് ട്രേഡിംഗ് എന്ന രീതിയിൽ ചെയ്യാം, പൊസിഷണൽ ട്രേഡിംഗ് എന്ന രീതിയിൽ ചെയ്യാം. ഇൻട്രാഡേയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? അത് കമ്പനി ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഒരു ബന്ധമല്ല. എന്ന് വെച്ചാൽ റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇന്ന് മുകളിലേക്ക് പോകുന്നു നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലിവറേജ് മുഖേന നമ്മൾ ഇൻട്രാഡേ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ അത് പ്രോഫിറ്റിലാണെങ്കിലും ലോസിലാണെങ്കിലും നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, അത് റിലയൻസ് എന്ന കമ്പനീനെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ,
അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വിംഗ് ട്രേഡിംഗ്, പൊസിഷണൽ ട്രേഡിംഗ്, ഇതാണ് മെയിൻ ഫണ്ടിങ്. കമ്പനികൾക്ക് മെയിൻ ഫണ്ടിങ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് മുഖേന, ഓക്കെ, അല്ലെങ്കിൽ ഒരു IPO ചെയ്ത ഒരു കമ്പനി എന്നുള്ള രീതിയിൽ അവരുടെ ഫണ്ടിങ് എന്ന് പറയുന്നത് മെജോറിറ്റി പൊസിഷണലും സ്വിംഗ് ട്രേഡിങ്ങും ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങും ഇൻട്രാഡേ ട്രേഡിംഗ് അഥവാ ഡേ ട്രേഡിങ്ങും പൊസിഷണൽ ട്രേഡിങ്ങും ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫ്ലോ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്വിംഗ് ട്രേഡിങ്ങും ഡേ ട്രേഡിങ്ങും, ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നതാണ് സ്വിംഗ് ട്രേഡിങ്ങും ഡേ ട്രേഡിങ്ങും. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു 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 ഡിസ്റ്റിങ്ഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ടൈം ഫ്രെയിം. ഓക്കെ, സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ പൊസിഷൻസ് ആർ ഹെൽഡ് ഫോർ സെവറൽ ഡേയ്സ് ഓർ വീക്ക്. ഓക്കെ, നമ്മളുടെ സ്വിംഗ് പൊസിഷൻസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് സെവറൽ ഡേയ്സ് ഓർ വീക്സ് ആണ്. നമ്മളുടെ ഇൻട്രാഡേ പൊസിഷൻസോ, ഇൻട്രാഡേ പൊസിഷൻസ് എന്ന് പറയുന്നത് പൊസിഷൻസ് ആർ ഹെൽഡ് ഫോർ എ വീക്ക്, സെക്കൻഡ്സ് ഓർ ഫ്യൂ ഹവേഴ്സ് ആൻഡ് ഓവർ നൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമ്മൾ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് സ്വിംഗ് ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സെവറൽ ഡേയ്സ് ഓർ വീക്ക്, ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ സെവറൽ സെക്കൻഡ്സ് ഓർ ഹവേഴ്സ് ആണ്. ഈ ഇൻട്രാഡേയിൽ ഒരിക്കലും നമുക്ക് ഓവർ നൈറ്റ് റിസ്ക് വരുന്നില്ല. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ ആ ദിവസം തന്നെ, ഓക്കെ, മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്ത് 3:30 വരെ ഉള്ള സമയത്ത് വാങ്ങോ വിൽക്കോ, നമ്മളുടെ ഇടപാടുകൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ തീർക്കണം. ഓക്കെ, എന്നിരുന്നാൽ നമ്മൾ പൊസിഷൻസ് ആർ ഹെൽഡ് ഫോർ സെവറൽ ഡേയ്സ് ഓർ വീക്ക്. നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൽ സെവറൽ ഡേയ്സ് വെക്കുന്നതുകൊണ്ട് തന്നെ ഓവർ നൈറ്റ് റിസ്ക് അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് പിറ്റേത്തെ ദിവസം 9:15 അല്ലെങ്കിൽ പ്രീ മാർക്കറ്റ് 9:07 അതിന് വരെ ഒരുപാട് മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ എന്തും സംഭവിക്കാം. ഓക്കെ, പിന്നെ നമ്മളുടെ ഗോൾ നോക്കുകയാണെങ്കിൽ ടു ക്യാപ്ചർ ദ ഷോർട്ട് ടേം ഗെയിൻസ് ഫ്രം ദ മാർക്കറ്റ് സ്വിങ്സ്. നമ്മൾ പറഞ്ഞ പോലെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ എന്തെന്ന് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്വിംഗ് ട്രേഡിംഗ്. ഇവിടെ എന്താണ് ഇവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ് സ്മോൾ പ്രൈസ് മൂവ്മെൻറ്റ് വിത്തിൻ എ സിംഗിൾ ട്രേഡിംഗ് ഡേ. ഓക്കെ, മാർക്കറ്റിലുള്ള സ്മോൾ പ്രൈസ് മൂവ്മെൻറ്റ്സ് ഒരു ദിവസത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു വേരിയേഷൻസ് ആണ് നമ്മൾ ഇൻട്രാഡേയിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അടുത്തെന്താണ്, പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ പ്രൈമർലി റിലൈസ് ഓൺ ടെക്നിക്കൽ അനാലിസിസ് ബട്ട് ഓൾസോ കൺസിഡർ ടു ഫണ്ടമെൻ്റൽ അനാലിസിസ്. എന്താണ്, സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽ അനാലിസും സ്റ്റോക്കിലെ എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് ക്രൈറ്റീരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഇൻട്രാഡേയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഹെവിലി ഓൺ ടെക്നിക്കൽ അനാലിസിസ് ഇൻക്ലൂഡ് ചാർട്ട് പാറ്റേൺസ്, വോളിയം, മാർക്കറ്റ് ഇൻഡിക്കേറ്റർ എക്സെട്ര. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് ഇൻട്രാഡേയിൽ നമ്മൾ ഫണ്ടമെൻ്റൽസിൻ്റെ കാര്യം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒഴിവാക്കുകയല്ല, നമ്മളുടെ ഗ്രോത്ത് സ്റ്റോക്സ് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം അതിൽ നമ്മൾ ചാർട്ട് പാറ്റേൺസ്, അതുപോലെ തന്നെ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്, വോളിയം, അങ്ങനത്തെ ഓർഡർ ഫ്ലോ, ഇതൊക്കെ ചെയ്യലാണ് നമ്മളുടെ ഇൻട്രാഡേയിലെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡിങ്ങിൽ ലെസ് ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ഇൻട്രാഡേ ട്രേഡിൽ ഹൈ ഫ്രീക്വൻസി ട്രേഡ് ആയിരിക്കും. കാരണം ഒരു സിംഗിൾ ഡേയിൽ തന്നെ നമുക്ക് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, സ്വിംഗ് ട്രേഡിങ്ങിൽ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. ടു കമ്പയർ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി കുറവായിരിക്കും. അതുകൊണ്ടാണ് ഫ്രീക്വൻസി ഓഫ് ട്രേഡ് സ്വിംഗ് ട്രേഡിൽ കുറവും ഫ്രീക്വൻസി ഓഫ് ട്രേഡ് ഇൻട്രാഡേയിൽ കൂടുതലാണെന്ന് പറയുന്നത്. അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ് ലോവർ ട്രേഡിംഗ് ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് അതുപോലെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആൻഡ് സ്ട്രിക്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോസ് ഒഴിവാക്കിയിട്ട് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് നോക്കുന്ന സമയത്ത് സ്വിംഗ് ട്രേഡിനേക്കാൾ കുറച്ച് കൂടുതൽ വേണം നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക്. അതുപോലെ മെയിൻ സംഭവമാണ് സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ജനറലി ലോ സ്ട്രെസ് ആയിരിക്കും സ്വിംഗ് ട്രേഡിങ്ങിൽ, ഹൈ സ്ട്രെസ് ആയിരിക്കും നമ്മളുടെ ഇൻട്രാഡേ ട്രേഡിങ്. ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിനെ മോണിറ്റർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് കൂടുതൽ സ്ട്രെസ് വരുന്നത്. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മോണിറ്ററിങ് ആണ് ചെയ്യുന്നത്. കൂടുതൽ നേരം ലാപ്ടോപ്പ് അല്ല കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മളുടെ കൺമുന്നിൽ തന്നെ
എന്താണ് പ്രൈസ് മൂവ്മെൻറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷണലി അത് നന്നായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം സെവറൽ ഡേയ്സ് ഓർ സെവറൽ വീക്സ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ സ്ട്രെസ് ലെവൽ കുറയും. അതുപോലെ ട്രേഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ട്രേഡിംഗ് ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബ്രോക്കറേജ് കൊടുത്താൽ മതി. ഇവിടെ എന്താണ് ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ ട്രേഡിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് എന്താണ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. പല ആളുകളും പറയുന്നത് എന്താണ്, സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ഒരുപാട് ക്യാപിറ്റൽ വേണം, ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ കുറച്ച് ക്യാപിറ്റൽ മതി. ഓക്കെ, ആക്ച്വലി ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നിങ്ങൾക്കറിയാം ഹൈ റിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യണം. അതുപോലെ സ്ട്രെസ് ലെവൽ ഒരുപാടുണ്ട്. അപ്പോൾ എന്താണ് ഇൻട്രാഡേക്കും സ്വിംഗ് ട്രേഡിങ്ങിനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇൻട്രാഡേക്ക് നല്ല ക്യാപിറ്റൽ വേണം. ഓക്കെ, ഇൻട്രാഡേക്ക് നല്ല ക്യാപിറ്റൽ വേണം. കാരണം നിങ്ങൾ മനസ്സിലാക്കാം, 10,000 രൂപ വെച്ച് ചെയ്യുന്ന ആൾക്കാണോ 1,00,000 വെച്ച് ചെയ്യുന്ന ആൾക്കും തമ്മിൽ മെൻറ്റാലിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. കാരണം 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ റിസ്ക് വെച്ചിട്ട് 10,000 രൂപ എന്ന് പറഞ്ഞ ഒരാൾ 1000 രൂപ റിസ്ക് വെക്കുന്നതും 1,00,000 രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് 1000 രൂപ റിസ്ക് വെക്കുന്നതും തമ്മിൽ ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ട്. അത് നമ്മളുടെ റിസ്ക് മാനേജ്മെൻറ്റിനെയും സ്ട്രെസ്സിനെയും നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, സ്വിംഗ് ട്രേഡിങ്ങും ഡേ ട്രേഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ടൈം ഫ്രെയിമിൽ, ഗോളിൽ, അനാലിസിസിൽ, ഫ്രീക്വൻസി ഓഫ് ട്രേഡ്, റിസ്ക് മാനേജ്മെൻറ്റ്, സ്ട്രെസ് ലെവൽ, ട്രേഡിംഗ് കോസ്റ്റ്, ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? സ്വിംഗ് ട്രേഡ് എന്ന് പറയുമ്പോൾ ഒരു പാസീവായിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ്. ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ഇൻകം, ഓക്കെ, ആക്റ്റീവായിട്ട് ഇരുന്നു കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ സ്ട്രെസ്സ് നന്നായിട്ടുണ്ടാവും. ഓക്കെ, ഒരു കുറച്ച് ക്യാപിറ്റലുള്ള ആളെ കാര്യമാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്ട്രെസ്സ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് റിസ്ക് മാനേജ്മെൻറ്റ്. ട്രേഡിങ്ങിൽ, സ്വിംഗ് ട്രേഡിങ്ങിലും റിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യണം, ഇൻട്രാഡേ ട്രേഡിങ്ങിലും റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും ഇൻട്രാഡേ ട്രേഡിങ്ങിലാണ് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മളുടെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഇന്നത്തെ ഒരു റെലവൻസ്. ഓക്കെ, എന്തുകൊണ്ട് സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ വരണം, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ഒരു പാസീവായിട്ട് ഇൻകമായിട്ട് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ റെലവൻസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓപ്ഷൻ സെഗ്മെൻറ്റ് അഥവാ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ സെബിയുടെ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ 30% ടാക്സ് കൊണ്ടുവരുന്നു. ടാക്സ് പേഴ്സൻ്റെ TDS ഫോമിൽ നമുക്ക് ടാക്സ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ നോൺ സ്പെക്യുലേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു രീതിയിൽ നിന്ന് നേരെ സ്പെക്യുലേറ്റീവ് ഇൻകമായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ലോട്ട് സൈസ് അഥവാ നമ്മുടെ മാർജിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ എന്താണ്, സ്പ്രെഡ് ഇൻക്രീസ് ചെയ്യുന്നു. അഥവാ സ്പ്രെഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓപ്ഷൻസിൻ്റെ സ്ട്രൈക്സ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സ്ട്രൈക്സ് ഇൻക്രീസ് ചെയ്യുന്നു. വേറെ എന്തൊക്കെയാണ്, നമ്മളുടെ ചാർജസ് കൂട്ടുന്നു. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിനെ ഒന്ന് കൺട്രോൾ ചെയ്യിക്കാനുള്ള ഒരു കാര്യം മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നലത്തെ 23-ാം തീയതി നടന്ന ഇന്നലത്തെ ബഡ്ജറ്റിൽ നമ്മൾ എല്ലാവരും ഈ FNO സെഗ്മെൻറ്റിൽ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ മാർക്കറ്റിൽ കൊണ്ടുവരില്ലേ എന്നുള്ള ഒരു കാര്യമായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. എന്നിരുന്നാൽ നമ്മുടെ ഓപ്ഷൻസിൽ ആകെപ്പാടെ നമ്മുടെ STT ചാർജിലുള്ള ചെറിയൊരു വർധനവ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. STT ചാർജിൽ നമ്മുടെ ബ്രോക്കർ പിടിക്കുന്ന ഇപ്പോഴത്തെ STT ചാർജിന് പുറമെ ഒരു ചെറിയൊരു ചാർജ് കൂടി ഇനി പിടിക്കും. ഓക്കെ, ഇത് ആരെയാ ബാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഫ്രീക്വൻസി ആയിട്ട് ട്രേഡ് ചെയ്യുന്ന, ഒരുപാട് ട്രാൻസാക്ഷൻ ഡെയിലി ചെയ്യുന്ന ആളുകളിൽ അവരുടെ ബ്രോക്കറേജിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, നോർമലി ഒരു ദിവസം ഒരു ട്രേഡോ 2 ട്രേഡോ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ മെയിൻ ഇമ്പാക്റ്റ് വന്നത് നമ്മളെപ്പോലെ നമ്മളിപ്പോൾ പഠിക്കുന്ന സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളും ലോങ് ടേം അഥവാ പൊസിഷനിൽ ചെയ്യുന്ന ആളുകളെയും, ഈ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും, ലോങ് ടേം അഥവാ പൊസിഷണൽ ചെയ്യുന്ന ആളുകളെ നമ്മളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും പറഞ്ഞു. ഓക്കെ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് 50%-ൽ നിന്ന് 20%-ലേക്കും, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 10%-ൽ നിന്ന് 12.5%-ലേക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു സെനാരിയോ അല്ലെങ്കിൽ ഈ ഒരു വർധനവ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും ഇനി ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഒരു 5% ടാക്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ചെറിയൊരു എക്സംഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ എക്സംഷൻ ഇല്ല. ഇപ്പം നമ്മൾ മെയിനായിട്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻസിൽ ലോകത്തുള്ള 100% ഓപ്ഷൻ ട്രാൻസാക്ഷന് 90% ട്രാൻസാക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, ഇന്ത്യയിലാണ് 90% ഓഫ് ആളുകൾ ഓപ്ഷൻസ് ചെയ്യുന്നത്. നമ്മുടെ മൊത്തം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ആക്ടിവിറ്റി വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഓപ്ഷൻ്റെ കാര്യം വേറെ പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോസ് ഉണ്ടാക്കുന്നതും ഓപ്ഷനിൽ തന്നെയാണ്. ഓക്കെ, അപ്പം അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂള് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ബഡ്ജറ്റിൽ 23-ാം തീയതി നടന്ന ഈ ഒരു ബഡ്ജറ്റിൽ വന്നിട്ടില്ല എന്ന് വെച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. ഇത് സെബി അതിനനുബന്ധിച്ചിട്ടുള്ള ബോർഡ് മെമ്പേഴ്സാണ് ഇത് അനൗൺസ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസിനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വരികയാണെങ്കിൽ ഓക്കെ, ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു നഷ്ടക്കച്ചവടമായിരിക്കും. കാരണം 30% ടി ഡി എസ് എന്ന് പറയുന്നതും അതുപോലെ നോൺ സ്പെക്യുലേറ്റീവ് ഇൻകം എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് നേരെ സ്പെക്യുലേറ്റീവിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളിപ്പം വിചാരിച്ച പോലുള്ള ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നത്, അതുപോലെ ഡിഡക്ഷൻസ് കിട്ടുന്നത്, ഇതൊക്കെ ഒഴിവാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഓപ്ഷൻസ് ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇപ്പം അറൗണ്ട് ടി ഡി എസ് 30% ആണെങ്കിൽ ചിലപ്പം മാർക്കറ്റിൽ ഒരു 10%, 50% ഒക്കെ ടി ഡി എസ് കൊണ്ടുവന്നിട്ട് ഫ്യൂച്ചറിൽ 30% ആക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടി ഡി എസ് ഫോമിലൊക്കെ നമ്മളുടെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നോൺ സ്പെക്യുലേറ്റീവിൽ നിന്ന് സ്പെക്യുലേറ്റീവിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു നഷ്ട കച്ചവടമായിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രോഫിറ്റിലാണെങ്കിലും ഇയർലി നോക്കുമ്പോൾ നിങ്ങളൊരു ബ്രേക്ക് ഈവണിലായിരിക്കും. നിങ്ങളൊരു ബ്രേക്ക് ഈവണിലാണെങ്കിൽ നമ്മൾ ആനുവലി നോക്കുമ്പോൾ നിങ്ങൾ ലോസിലായിരിക്കും. ഓക്കെ, അപ്പം പുതുതായിട്ട് കടന്നു വരുന്ന ഓപ്ഷൻസ് ചെയ്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ടേം വ്യൂവിൽ ഓപ്ഷൻസ് ചെയ്ത് വരുന്ന ആളുകൾ, ഒരു ബിഗിനേഴ്സൊക്കെ നന്നായിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിൽ കഷ്ടപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, അവിടെയാണ് നമ്മളുടെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ റെഫറൻസ്. ഓക്കെ, ഓപ്ഷൻസ് പോയാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നെക്സ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം വേണം. അതുകൊണ്ടാണ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ റെലവൻസ് ഈ ഒരു സമയത്ത് നമ്മൾ പറയുന്നതിൻ്റെ മെയിൻ കാര്യം. ഓക്കെ, നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്താണ് സ്വിംഗ് ട്രേഡിംഗ്? വാട്ട് ഈസ് സ്വിംഗ് ട്രേഡിംഗ്? Swing trading refers to a trading style that attempts to exploit the short-term or medium-term price movements in a security using favorable risk-reward metrics. Swing traders primarily rely on technical analysis to determine the suitable entry and exit points, but they may also use fundamental analysis. നമ്മൾ പറഞ്ഞ പോലെ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ടൈം മീഡിയം ടൈം പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ക്യാച്ച് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഇതിന് ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും നമ്മൾ യൂസ് ചെയ്യും. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ സ്വിംഗ് ട്രേഡിന് ചൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കണം. അതുപോലെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എൻട്രി ആൻഡ് എക്സിറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിൽ പഠിച്ച പോലെ തന്നെ, നമ്മൾ ICT മാർക്കറ്റ് സ്ട്രക്ചറിൽ പഠിച്ച പോലെ മാർക്കറ്റ് ഒരു സ്വിംഗ് ഹൈ സ്വിംഗ് ലോ, 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 ആ ഒരു ഫോർമേഷനിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ഈ ഒരു ഫോർമേഷനിലാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൽ എന്താണ്, മാർക്കറ്റിൽ ഒരു സ്വിംഗ് ലോയും ഒരു സ്വിംഗ് ഹൈയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഒരു കറക്ഷൻ മൂവ്മെൻറ്റ് താഴേക്ക് വരും. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ഒരു സ്വിംഗ് ഹൈയിലേക്കുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റാണ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഒരു സ്വിംഗ് ഹൈ സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ സ്വിംഗ് ലോ, ഈ ഒരു ഫോർമേഷനിലാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുക. കാരണം ഒരു അഗ്രസീവായിട്ടൊരു മൂവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാർക്കറ്റ് പോകില്ലല്ലോ. മാർക്കറ്റ് എപ്പോഴും ഒരു ഇമ്പൾസീവ് കറക്ഷൻ ആ ഒരു മോഡിലേ പോകും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, മാർക്കറ്റിൽ നമ്മളൊരു സ്വിംഗ് ഹൈ സ്വിംഗ് ലോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, മാർക്കറ്റിൽ ഒരു ഹൈ മൂവ്
അല്ലെങ്കിൽ എന്താണ് ഒരു ഡ്രാസ്റ്റിക് മൂവിനെ നമ്മൾ ഇമ്പൾസീവ് മൂവ് അഥവാ ഇമ്പൾസീവ് വേവ് എന്ന് പറയും. അതിനുശേഷം മാർക്കറ്റിൽ ഒന്ന് താഴേക്ക് വരും, അതിനെ നമ്മൾ കറക്റ്റീവ് മൂവ് എന്ന് പറയും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് കയറുന്നു, ഇതിനെന്താണ് ഒരു ഇമ്പൾസീവ് മൂവ് എന്ന് പറയും. അവിടെ നിന്ന് എന്ത് ചെയ്യും, പിന്നെ മാർക്കറ്റ് താഴേക്ക് വരുന്നത് ഒരു കറക്റ്റീവ് മൂവ് ആയിരിക്കും. ഇമ്പൾസീവ് മൂവിൽ എന്ത് ചെയ്യും, ആളുകൾ ബൈ ചെയ്യും, ഒരു സേർട്ടൺ പോയിന്റിലെത്തുമ്പോൾ സെല്ല് ചെയ്യും. ഓക്കെ, സെല്ലിങ് പ്രഷർ വരുന്നതുകൊണ്ടാണ് ഒരു കറക്റ്റീവ് മൂവ് വരുന്നത്, ബൈയിങ് പ്രഷർ വരുന്നതുകൊണ്ടാണ് ഒരു ഇമ്പൾസീവ് മൂവും കറക്റ്റീവ് മൂവും വരുന്നത്. ഇമ്പൾസീവ് മൂവ് എന്ന് പറയുമ്പം ആളുകൾ ബൈ ചെയ്യുമ്പോഴും, അതുപോലെ കറക്റ്റീവ് മൂവ് എന്ന് പറയുമ്പോൾ സെല്ല് ചെയ്യുമ്പോഴും. ഓക്കെ, ഇപ്പോൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുമ്പോൾ എന്താണ്, ആളുകൾ ബൈ ചെയ്യുന്നു, അതുപോലെ സെല്ല് ചെയ്ത ആളുകൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇമ്പൾസീവ് മൂവ് വരാൻ വേണ്ടിയിട്ട് ആക്ച്വൽ മൂവ് ആയിട്ടുള്ള ഒരു ബൈയിങ് വേണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആളുകൾ അവർ അവരുടെ എക്സിറ്റ് പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ ആ എൻട്രി ബൈ എൻട്രി ആവും. ആ ബൈ എൻട്രീൻ്റെ കൂടെ ആക്ച്വൽ മൂവ് ആയിട്ടുള്ള ബൈയേഴ്സും എൻട്രി ചെയ്യുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഇമ്പൾസീവ് മൂവ് നമുക്ക് കിട്ടുന്നു. ഒരു കറക്റ്റീവ് മൂവ് എന്ന് പറയുമ്പോൾ കറക്റ്റീവ് മൂവ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മൂവാണ്, ഒരു സെല്ലിംഗ് മൂവാണ്. ബൈയിങ് മൂവിൻ്റെ ഓപ്പോസിറ്റ് മൂവ് ആയിട്ടുള്ള സെല്ലിംഗ് മൂവാണ്. അതുപോലെ പ്രോഫിറ്റ് ബുക്കിംഗ്, ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുകൾ ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് സെല്ല് ചെയ്യും. ആ സെല്ലിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രാഡേയിൽ സെല്ല് ചെയ്യുന്നതും അതെല്ലാം കൂട്ടിയിട്ട് ഒരു കറക്റ്റീവ് മൂവ് മാർക്കറ്റ് മുകളിലേക്ക് താഴേക്ക് വരും. അപ്പോൾ എന്താണ്, പ്രൈസ് ഇമ്പൾസീവ് മൂവ് കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ് കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ് കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ് കറക്റ്റീവ് മൂവ്, ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൽ ഇമ്പൾസീവ് മൂവും കറക്റ്റീവ് മൂവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്, നമ്മൾ കറക്റ്റീവ് മൂവ്, പ്രൈസ് ഒരു സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറക്റ്റീവ് മൂവ് വരും. ഓക്കെ, നമുക്കറിയാം മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് മാർക്കറ്റ് വരും. ഓക്കെ, ആ മൂവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ലോജിക്ക് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ബൈ എൻട്രി ചെയ്ത ആളുകളെല്ലാം ചിലപ്പോൾ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കാം. അതിനുശേഷം എന്ത് ചെയ്യും, ഇവിടെ ഒരു ഏരിയ, ഒരു കറക്റ്റീവ് മൂവ് എപ്പം എൻഡ് ചെയ്യുന്നു അവിടെ നിന്ന് നെക്സ്റ്റ് ഇമ്പൾസീവ് മൂവ് വരും. അപ്പം കറക്റ്റ് നമ്മളൊരു റിവേഴ്സൽ പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ, ഓക്കെ, കറക്റ്റീവ് മൂവ് എവിടെ നിന്ന് കഴിയുന്നു, അതിനുശേഷം ഒരു ഇമ്പൾസീവ് മൂവ് എവിടെ തുടങ്ങുന്നു, ആ ഏരിയ സ്പോട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ എൻട്രി മോഡൽ പോകുന്നത്. സ്വിംഗ് ട്രേഡിങ് എൻട്രി മോഡൽ എന്താണെന്നൊന്നും നമ്മളിപ്പോൾ പറയില്ല, നമുക്കറിയാം ICT മോഡൽ തന്നെയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് സ്വിംഗ് ട്രേഡിങ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പിസോഡ് 1 ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി എന്താണ് മേജർ ട്രേഡിംഗ് സെറ്റപ്പ്സ്, മേജർ സ്വിംഗ് ട്രേഡിംഗ് സെറ്റപ്പ്. ഒരുപാട് ആളുകൾ സ്വിംഗ് ട്രേഡിങ്ങിന് സെറ്റപ്പ് യൂസ് ചെയ്യുന്ന ഒരുപാട് സെറ്റപ്പ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്, രണ്ടാമത്തെ എന്താണ് ഇൻഡിക്കേറ്റർ ബേസ്ഡ് ട്രേഡിംഗ്, മൂന്നാമത്തെ എന്താണ് പാറ്റേൺ ബേസ്ഡ് ട്രേഡിംഗ്, നാലാമത്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബേസ്ഡ് ട്രേഡിംഗ്, അഞ്ചാമത്തത് ഫിബോനാച്ചി ബേസ്ഡ് ട്രേഡിംഗ്. ഇതുപോലെ ഒരുപാട് ട്രേഡിംഗ് സ്റ്റൈലുണ്ട്. എനിക്കറിയുന്ന അല്ലെങ്കിൽ അത്യാവശ്യം കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ്. ആറാമത്തെ എന്താണ് സൂപ്പറായിട്ടുള്ളൊരു ട്രേഡിംഗ് സ്റ്റൈലാണ് സിഗ്നൽ ബേസ്ഡ് ട്രേഡിംഗ്. ഇതിന് അനാലിസിസിൻ്റെ ആവശ്യമുണ്ട്, ഫണ്ടമെൻ്റലിൻ്റെ ആവശ്യമില്ല, ടെക്നിക്കലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സിഗ്നൽ ബേസ് നമ്മളൊരു ടെലഗ്രാം ഒരു ഗ്രൂപ്പിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്ന സിഗ്നലിൻ്റെ ബേസിലെടുക്കുന്ന ട്രേഡിംഗ് സ്റ്റൈലാണ് സിഗ്നൽ ബേസ്ഡ് ട്രേഡിംഗ്. ഓക്കെ, നമുക്ക് ഓരോന്നും എങ്ങനെയാണ് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് നോക്കാം. ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ, ഓക്കെ, ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇവിടെ എൻട്രി SL വെക്കുക, ഓരോരുത്തരുടെ റിസ്ക് അപ്പറ്റൈറ്റ് വെച്ച് എടുക്കുക. ഇപ്പോൾ മാർക്കറ്റ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു സ്ഥലത്ത് നിന്ന് റേഞ്ച് കളിക്കുകയാണെങ്കിൽ എന്താണ്, ഓക്കെ, ഈ റേഞ്ച് ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ കൂടെ എല്ലാവരും പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോകാമെന്നുള്ള രീതിയിൽ. ഓക്കെ, ബ്രേക്ക് ഔട്ട് ട്രേഡിങ്. നെക്സ്റ്റ് എന്താണ് ഇൻഡിക്കേറ്റർ ബേസ്ഡ് ട്രേഡിങ്. ഇൻഡിക്കേറ്റർ ബേസ്ഡ് ട്രേഡിങ് എന്താണ്, നമ്മൾ മൂവിങ് ആവറേജ് ഒരു എലിഗേറ്റർ മൊത്തം 6 ആഗ് വരെ A to Z ഇൻഡിക്കേറ്റർ വെച്ചിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്യുക. ഇപ്പോൾ മൂവിങ് ആവറേജ്, ക്രോസ് ഓവർ, VWAP, പിവറ്റ് പോയിന്റ്സ്. നമ്മൾ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റേഴ്സ് 2 തരത്തിലുണ്ട്, ലാഗിങ് ഇൻഡിക്കേറ്റർ, ലീഡിങ് ഇൻഡിക്കേറ്റർ. ലാഗിങ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓസിലേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഏതാണ്, ഒരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. മൂവിങ് ആവറേജ് വരെ ഒരു ലാഗിങ് ഇൻഡിക്കേറ്ററാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ലീഡിങ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് ലീഡിങ് ഇൻഡിക്കേറ്റർ. ലൈക്ക് പിവറ്റ് പോയിന്റ്സ്, CPR, ഇതൊക്കെ ഒരു സ്ഥലത്ത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് എങ്ങനെ പോയാലും അത് അവിടുന്ന് മാറില്ല.
ഓക്കെ. അപ്പം അത് വെച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. നെക്സ്റ്റ് എന്താണ്? പാറ്റേൺ ബേസ്ഡ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ. പാറ്റേൺ ബേസ്ഡ് ട്രേഡ് ചെയ്യുന്ന എന്താണ്? ഹനുമാൻ പാറ്റേൺ, സോറി, ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ട് ഹെഡ് ആൻഡ് ഷോൾഡർ, ബട്ടർഫ്ലൈ, ഡ്രാഗൺ ഫ്ലൈ, ഒരുപാട് പാറ്റേൺസ് വെച്ച് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഞാൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈസ് ഒരു അഗ്രസീവ് മൂവ് ഇവിടെ നിന്ന് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നിന്ന് ലോട്ട് ഓഫ് ബയേഴ്സിൻ്റെ ഏരിയ ആണ്. ഓക്കെ. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. നമ്മളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സൂപ്പർ ആയിട്ടുള്ള ഒരു ഇതാണ് ബാക്കി കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ. പിന്നെന്താണ്? ഫിബോനാച്ചി. ഫിബോനാച്ചി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു റിവേഴ്സൽ ആയിട്ടുള്ളതാണ്. നമ്മൾ സ്വിങ് ഹൈറ്റ് സ്വിങ് ലോ വരച്ച് കഴിഞ്ഞാൽ ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് ഗോൾഡൻ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ റിവേഴ്സ് എടുക്കുന്നതാണ്. ഓക്കെ. അപ്പം ഏത് സ്ട്രാറ്റജി ചെയ്താലും, ബ്രേക്ക് ഔട്ട് ആയാലും ഇൻഡിക്കേറ്റർ ആയാലും എന്ത് ട്രേഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഒരു ട്രേഡിങ് സ്റ്റൈലിന് നമ്മൾ കുറ്റം പറയലോ ഒന്നുമില്ല. സ്വിങ് ട്രേഡ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഹയർ ടൈം ഫ്രെയിമിലിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രോബബിലിറ്റി കൂടുതലായിട്ടുണ്ട് സ്വിങ് ട്രേഡിങ്ങിൽ. നിങ്ങൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ഇൻഡിക്കേറ്റർ ബേസ്ഡ് ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യാത്ത ഒരു കാര്യമാണ് സിഗ്നൽ ബേസ്ഡ് ട്രേഡിങ്. ഒരു കാരണവശാലും നിങ്ങൾ സിഗ്നൽ ബേസ്ഡ് ട്രേഡിങ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ. നമ്മൾ മറ്റൊരാളുടെ റിസ്ക് അപ്പറ്റൈറ്റിന് നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റായിട്ട് ചെയ്യുന്ന ഒരു വേഴ്സ് സെനാരിയോ ആണ് ഈ സിഗ്നൽ ബേസ്ഡ് ട്രേഡിങ്. ഓക്കെ. അപ്പോൾ കഴിയുന്നത് ഒഴിവാക്കുക. നമ്മളുടേതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡിങ് ചെയ്യുന്നില്ല, ഇൻഡിക്കേറ്ററും ചെയ്യുന്നില്ല, പാറ്റേണും ട്രേഡ് ചെയ്യുന്നില്ല. നമ്മൾ റിവേഴ്സൽ ട്രേഡിങ് സെറ്റപ്പ് ആയിട്ടുള്ള സ്വിങ്, സപ്ലൈ ആൻഡ് ഡിമാൻഡും ഫിബോനാച്ചിയും ആയിരിക്കും നമ്മളുടെ ICTയിൽ നമ്മൾ ക്ലബ്ബ് ചെയ്യിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ സ്വിങ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്വിങ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം അല്ലെ മീഡിയം ടേം പ്രൈസ് മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ് സ്വിങ് ട്രേഡിംഗ്. ഓക്കെ. ഇൻട്രാഡേ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ് വേറെ നമ്മൾ പഠിച്ചത്? സ്വിങ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫണ്ടമെൻ്റലിയും ടെക്നിക്കലിയും അനാലിസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫണ്ടമെൻ്റലായിട്ട് ചെയ്യേണ്ടതിൻ്റെ പ്രസക്തി വരുന്നത് എന്താണ്? ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സിലായിരിക്കും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ്. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മളുടെ എൻട്രി, എക്സിറ്റ്, ടാർഗറ്റ് പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ്. അപ്പോൾ സ്വിങ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മോഡലാണ്. സ്വിങ് ട്രേഡിങ്ങിൻ്റെ ടാക്സ് എന്തിലാണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിലാണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ഇപ്പോഴത്തെ ടാക്സ് റേറ്റ് 20% ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ സ്വിങ് ട്രേഡിംഗ് സീരീസിൻ്റെ സ്റ്റാർട്ടിംഗ് വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ സ്വിങ് ട്രേഡിങ്ങിനെ ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.